ഉമ്മൻചാണ്ടി ലോകം കണ്ട ഏറ്റവും ജനകീയനായ നായകനാണ് എന്നാണ്. ഇത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അഭിപ്രായമല്ല, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായമല്ല, ലോകം അതിന്റെ അഭിപ്രായമായി പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിളിച്ചു പറയുകയും UNDPയുടെ ഡെമോക്രാറ്റിക് ഗവേണൻസ് ഡയറക്ടർ ജെറാൾഡിൻ ഫ്രേസർ കേരളക്കരയിൽ വന്ന് ഉമ്മൻചാണ്ടിക്ക് പ്രത്യേകമായ പാരിതോഷികം നൽകി വിളിച്ചു പറഞ്ഞത് ലോകത്തെ അഭിസംബോധന ചെയ്യാൻ അങ്ങയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അങ്ങ് വരണം, അങ്ങയുടെ കേരളത്തിനകത്ത് ആ സമ്മേളനം, അന്താരാഷ്ട്ര സമ്മേളനം നടത്താൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. അതിൽ അഭിസംബോധന ചെയ്യുന്നവരിൽ പ്രമുഖൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ലോകം കണ്ട ജനകീയനായ നായകൻ അങ്ങായിരിക്കും എന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണ്ടി UNDPയുടെ ഡെമോക്രാറ്റിക് ഗവേണൻസ് ഡയറക്ടർ വന്ന് വിളിച്ചു പറയുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടുവെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു നേട്ടമില്ലല്ലോ. 85ാം പിറന്നാളിൽ എന്റെ ശിരസിലേക്ക് കനകക്കിരീടമാണ് കടന്നു വന്നത്. ആ കനകക്കിരീടം ഒരു മനുഷ്യന് വെച്ച് നിൽക്കാൻ ഞാൻ സന്നദ്ധനാണ്. മലയാളം ഒന്നാം ഭാഷയാണ്. കേരളക്കരയിൽ CBSE സ്കൂൾ ഉൾപ്പെടെ മുഴുവൻ സ്കൂളുകളിലും മലയാളം എന്നത് ഒന്നാം ഭാഷയായി പഠിപ്പിക്കണം എന്ന അഭിപ്രായം കേരളം സ്വീകരിച്ചപ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായപ്പെട്ടത് ഈ വർഷം അത് നടപ്പാക്കാൻ സാധ്യമാകുമോ എന്നതിലൊരു ആശങ്കയുണ്ട് എന്നാണ്. മുഖ്യനാണ്, മന്ത്രിമാരുടെ നായകനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. കഴിഞ്ഞ ഭരണകൂടത്തിനകത്ത് വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വേറെ ഒന്ന് പറയും. മുഖ്യൻ പറഞ്ഞാൽ മന്ത്രിമാർ ആരും അനുസരിക്കാത്ത ഒരവസ്ഥയായിരുന്നുവെങ്കിൽ കേരളക്കരയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായം പറഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് പത്രക്കാരുടെ അഭിപ്രായത്തിന് മറുപടി പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് മലയാളം ഒന്നാം ഭാഷയായി കേരളത്തിൽ നടപ്പാക്കുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞ വർഷം തന്നെ നടപ്പാക്കാൻ ഉത്തരവിടുകയാണ് എന്ന് പ്രഖ്യാപനം നടത്താൻ മുഖ്യനായിട്ടുള്ള ഉമ്മൻചാണ്ടിക്ക് അന്ന് സാധ്യമായപ്പോ കേരളക്കരയിൽ പ്രമുഖനായിട്ടുള്ള എഴുത്തുകാരൻ, സാഹിത്യരംഗത്ത് പ്രമുഖനായ സുകുമാർ അഴീക്കോട് അഭിപ്രായം പറഞ്ഞു. 85ാം പിറന്നാളിൽ എന്റെ ശിരസിലേക്ക് കടന്നു വന്ന ആ കനകക്കിരീടം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യരെ വെച്ച് നിൽക്കാൻ ഞാൻ സന്നദ്ധനാണ്. ഇത് കേരളത്തിനകത്ത് കോൺഗ്രസിന്റെ അഭിപ്രായമായിട്ടല്ല ഞാനും നിങ്ങളും കേട്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ VS അച്യുതാനന്ദനോട് അങ്ങ് പശ്ചിമബംഗാളിൽ നിന്നുള്ള എഴുത്തുകാരി പ്രിയപ്പെട്ട മഹാശ്വേതാദേവി ജ്ഞാനപീഠം നേതാവ് അഭിപ്രായപ്പെട്ടത് അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചെയ്യാൻ സാധ്യമല്ലാത്തത് വെറും 100 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ ഉമ്മൻചാണ്ടിക്ക് സാധ്യമായെങ്കിൽ കേരളത്തിലെ